വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗസയിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഹമാസിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? കരുത്ത് ചോർന്ന് തകർന്നു പോയോ? അടുത്തടുത്താണ് ഹമാസിന് മേധാവികളെ നഷ്ടമായത്. നേതാക്കളുടെ വിയോഗം ഹമാസിന് തിരിച്ചടിയായോ? ഹമാസ് തിരിച്ചു വരുന്നതായാണ് ഗസയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ദി ഷാഡോ അല്ലെങ്കിൽ നിഴൽ എന്നറിയപ്പെടുന്ന പുതിയ മേധാവി മുഹമ്മദ് സിൻവറിന്റെ കീഴിൽ ഹമാസ് അതിവേഗം ശക്തി പ്രാപിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കൊല്ലപ്പെട്ട യഹ്യ സിൻവറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവർ. ഹമാസിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത മുഹമ്മദ് സിൻവർ പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുകയാണെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല ഹിറ്റ് ആൻഡ് റൺ പോലെയുള്ള ആക്രമണ തന്ത്രങ്ങളും പുതിയ പോരാളികളെ പരിശീലിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിൽ ഗസയിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുകയാണ്. എന്നാൽ ഹമാസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് തുടരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ നേതൃത്വത്തിന്റെ തണലിൽ ഹമാസ് ശക്തി പ്രാപിക്കുമോ? നിലവിലെ സംഘർഷം രൂക്ഷമാകുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. അതിനിടെ ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അന്തിമ കരാർ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഹമാസ് ഇസ്രയേൽ സംഘങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും ദോഹയിൽ അവസാനവട്ട ചർച്ചയിലാണ്. ദോഹയിലെത്തിയ ഹമാസ് സംഘവുമായി ഖത്തർ അമീർ ചർച്ച നടത്തുകയുണ്ടായി. കരാർ യാഥാർത്ഥ്യമാക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ദോഹ കേന്ദ്രീകരിച്ചുള്ള ചർച്ച വിജയകരമായി പുരോഗമിക്കുന്നതായി ബൈഡൻ വെളിപ്പെടുത്തി. ഗസയിൽ ഉടൻ സമാധാനം പുലരണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചകൾക്ക് ശേഷമാണ് നീക്കം. താൻ പിന്തുണച്ച വെടിനിർത്തൽ കരാറും ബന്ദികളെ മോചിപ്പിക്കൽ കരാറും ഫലപ്രാപ്തിയുടെ വക്കിലാണെന്നും ഹമാസ് ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. ഈ കരാർ ബന്ദികളെ മോചിപ്പിക്കുകയും പോരാട്ടം നിർത്തുകയും ഇസ്രയേലിന് സുരക്ഷ നൽകുകയും ഹമാസ് ആരംഭിച്ച ഈ യുദ്ധത്തിൽ ഗുരുതരമായി ദുരിതമനുഭവിച്ച പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുമെന്ന് ബൈഡൻ പറഞ്ഞു. ദോഹയിൽ നടന്ന ചർച്ചയിൽ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശം ഖത്തർ ഇരുവിഭാഗത്തിനും മുന്നിൽ അവതരിപ്പിച്ചു. ഇസ്രയേൽ ചാര ഏജൻസികളായ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും തലവന്മാരും ഖത്തർ പ്രധാനമന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്തതായി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം 42 നാളുകൾ നീണ്ടു നിൽക്കുമെന്നും ഇതിനിടെ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കരാറിന് മറ്റൊന്നും വിലങ്ങുതടിയാകരുതെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അറിയിച്ചു. മുതിർന്ന ഹമാസ് നേതാവ് ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകളിൽ ഭാഗഭാക്കാകുന്നത്. അനുകൂല കരാറിന് വേണ്ടി ശ്രമം തുടരുന്നതായി ഹമാസ് നേതൃത്വം പ്രതികരിച്ചു. മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ദോഹയിലുള്ള നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, US ദേശീയ സുരക്ഷാ കൗൺസിൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ബ്രെറ്റ് മക്ഗർഗ് എന്നിവരും കരാർ വൈകില്ലെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചത്. എന്നാൽ ഇസ്രായേൽ സൈനിക പിന്മാറ്റം സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ മന്ത്രിസഭയിലെ ചുരുക്കം മന്ത്രിമാർ ഒഴികെ എല്ലാവരും കരാറിനെ അനുകൂലിച്ചതായാണ് റിപ്പോർട്ട്.